ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സുഗന്ധമുള്ള ഒരു റോസാപ്പൂവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ ഷാരോനിലെ റോസാപ്പൂവും താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. ഒരു റോസാപ്പൂവ് തേനീച്ചകളെയോ ചിത്രശലഭങ്ങളെയോ തേടി പോകേണ്ടതില്ല. അതിന് സൗന്ദര്യവും അമൃതും സുഗന്ധവും ഉള്ളതിനാൽ തേനീച്ചകളും പ്രാണികളും സ്വാഭാവികമായും അത് തേടി വരുന്നു. അതുപോലെ നാം ദിവ്യ സ്നേഹത്താൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ആത്മാക്കളെ അന്വേഷിക്കേണ്ടതില്ല. ദൈവം തന്നെ നമ്മെ അന്വേഷിക്കാൻ ആത്മാക്കളെ അയക്കും. ഒരു റോസാപ്പൂവ് വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതുപോലെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു ചെറിയ കാലയളവ് മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചതിന് ശേഷം അവൻ ഏകദേശം 3.5 വർഷം ശുശ്രൂഷിച്ചു. എന്നിട്ടും ആ ശുശ്രൂഷ എത്ര ഫലപ്രദമായിരുന്നു! അവൻ സ്വർഗാരോഹണം ചെയ്തിട്ട് ഏകദേശം 2000 വർഷങ്ങൾ പിന്നിട്ടിട്ടും അവന്റെ പഠിപ്പിക്കലുകൾ ലോകമെമ്പാടും ഒരു മധുര സുഗന്ധം പോലെ വ്യാപിക്കുന്നത് തുടരുന്നു. നമ്മൾ എത്ര വർഷം ജീവിക്കുന്നു എന്നതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം. ഭൂമിയിലെ നമ്മുടെ ജീവിതം വേഗത്തിൽ കടന്നു പോകുന്നു. ഈ ചെറിയ കാലയളവിൽ നാം കർത്താവിനെ സ്നേഹിക്കുകയും അവനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുകയും അവനെ വിശ്വസ്തയോടെ സേവിക്കുകയും വേണം. അതെ, നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുകയും അവന്റെ സൗരഭ്യവാസനയായി മാറുകയും വേണം. അതിനാൽ നിങ്ങളുടെ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിന് സമർപ്പിക്കുക. അവന് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ വീടിനെയും യഥാർത്ഥ പൂർണ്ണതയാൽ നിറയ്ക്കാൻ കഴിയൂ. മധുരമുള്ള സുഗന്ധം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം വിജയകരവും വിശുദ്ധമായ ഒരു ജീവിതവുമാണ്. നമ്മുടെ ജീവിതത്തിൽ കറയോ കളങ്കമോ ഇല്ലാതെ നാം എപ്പോഴും ശുദ്ധി ആഗ്രഹിക്കണം. ബൈബിൾ 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ള ഏവനും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി എന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രഖ്യാപിച്ചു. അദ്ദേഹം ഇങ്ങനെയും പറഞ്ഞു, ക്രിസ്തുവിൽ എപ്പോഴും നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നവനും നമ്മിലൂടെ എല്ലായിടത്തും തന്റെ അറിവിന്റെ സൗന്ദര്യം പരത്തുന്നവനുമായ ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും നാം ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. ഇത് 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, നിങ്ങളിൽ തുളച്ചു കയറുന്ന മുള്ളുകൾ കണ്ട് അസ്വസ്ഥരാകരുത്. പകരം കർത്താവിനു വേണ്ടി നിങ്ങളുടെ സുഗന്ധം പരത്താൻ തീരുമാനിക്കുക. അപ്പോസ്തലനായ പൗലോസിന് പോലും നിരന്തരം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു മുള്ളുണ്ടായിരുന്നു. അത് നീക്കം ചെയ്യണമെന്ന് അദ്ദേഹം പലതവണ അപേക്ഷിച്ചു. എന്നാൽ കർത്താവിന്റെ ഉത്തരം എന്തായിരുന്നു? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ പൂർണ്ണമാകുന്നു. ഇത് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. എത്ര ആശ്വാസകരമായ ഒരു വാഗ്ദാനം! ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഉത്തമഗീതം 2-ാം അധ്യായം 2-ാം വാക്യം. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയെ ഇരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ശമൂവേൽ 4, 5, 6 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 9-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.